ഇങ്ങനെയുള്ള കണക്ഷൻസൊക്കെ ഒരു ഫ്രഷറായിട്ട് യു എയിൽ വന്നിട്ട് എനിക്ക് എങ്ങനെ കിട്ടാനാ വേറെ? ഈ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. ഹലോ ഗൈസ്, എന്നോട് എൻ്റെ റൂംമേറ്റ്സ് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായി, അതായത് ആദ്യത്തെ 2-3 വീഡിയോസ് റീച്ചായ പോലെ പിന്നീടിട്ട വീഡിയോസ് റീച്ചായിട്ടുണ്ടായിരുന്നില്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടായി. പക്ഷേ ആദ്യത്തെ ആ റീച്ചായ 2-3 വീഡിയോസിനേക്കാൾ കൂടുതൽ എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ടായത് പിന്നീട് റീച്ച് ആവാണ്ട് വന്ന വീഡിയോസാണ്. ആദ്യം ഒരു 88K വരെ പോയ, അതായത് 88,000 പേരോളം കണ്ടൊരു വീഡിയോസിൽ നിന്ന് എനിക്ക് കൂടുതലും കിട്ടിയത് അപ്രിസിയേഷൻസ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ യു എ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. യു എയും അതുകൂടാണ്ട് DM ആയിട്ട് ഒരുപാട് ആൾക്കാർ അപ്രിസിയേഷനായിട്ട് വിളിച്ചു. പിന്നെ അവരുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി അവരുടെ വർക്കുകൾ ഇതുപോലെ ഒന്ന് വീഡിയോ ചെയ്ത് ഷോക്കേസ് ചെയ്യാമോ എന്നുള്ള ഒരു എൻക്വയറീസൊക്കെ ആയിരുന്നു എനിക്ക് വന്നത്. മറിച്ച് പിന്നീടിട്ട 2500-3000 റേഞ്ചിലൊക്കെ വീഡിയോസ് വന്ന പ്രീഫാബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ വന്ന എൻക്വയറീസ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് അവർക്ക് അവരുടെ വർക്കിൽ ഇൻവോൾവ് ആവാമോ എന്നുള്ള ടൈപ്പ്, അതായത് അവരെ കൺസൾട്ട് ചെയ്യാമോ എന്നുള്ള ടൈപ്പുള്ള എൻക്വയറീസ് ആയിരുന്നു വന്നത്. അപ്പോൾ ഒരു ബെനിഫിഷ്യറി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഫസ്റ്റ് റീച്ചായ വീഡിയോസിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് എനിക്ക് വന്നത് രണ്ടാമത് റീച്ച് ആവാത്ത വീഡിയോസിൽ നിന്നാണ്. ഈ ഡീൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കമ്പനിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. യു എയിലുള്ള എൻ്റെ കമ്പനിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും പോസിറ്റീവായിരുന്നു. കാരണം എൻ്റെ കോർ ഫീൽഡ് കുറച്ച് പ്രീഫാബ് ആയതുകൊണ്ട് അതിൽ റിലേറ്റഡ് ആയിട്ട് ഞാൻ പിന്നെ മന്ത്ലി ഒരു പ്രാവശ്യം സൈറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കമ്പനിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇവർക്ക് ഓക്കെ അതിന് ശേഷമാണ് ഞാൻ അവരുമായിട്ട് ഓക്കെ പറഞ്ഞത്. സോ രണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന് എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയതുകൊണ്ടാണ് എനിക്കിതിലോട്ട് ഇൻവോൾവ് ആകാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ വീഡിയോയുടെ റീച്ചിൽ മാക്സിമം നമ്പർ ഓഫ് വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ അകത്ത് ബെനിഫിറ്റ്സ് വരണമെന്നില്ല. നമുക്ക് ബെനിഫിറ്റ്സ് വരുന്നത് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നതിലൂടെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ബെനിഫിറ്റ്സ് വരുന്നത്. സോ ഇപ്പം എൻ്റെ അടുത്ത് വർക്ക് എൻക്വയറി ചെയ്ത ആളുകളോടൊക്കെ ഞാൻ അന്ന് പറഞ്ഞത്, ഇപ്പോൾ ആകെ 2-3 വീഡിയോസ് ഇട്ട് എന്നെ നിങ്ങൾക്ക് വർക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ വർക്കിനെ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ റീച്ച് ആയിക്കോളും. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളെ സെൽഫ് മാർക്കറ്റ് ചെയ്യണം. സെൽഫ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റീച്ച് കിട്ടുകയുള്ളൂ, നമ്മളെ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ഒരു വർക്കുമായിട്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നോളജ് അക്വയർ ചെയ്ത് നമ്മൾ നിൽക്കുന്നുണ്ടെന്ന് 4 ആളെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാലാണ് ആ 4 ആൾക്ക് നമ്മളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ നമ്മുടെ CV-യിലോ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ ഒരു പരിധി വരെ റീച്ച് ആവട്ടോ. എന്നിരുന്നാലും ഇതും കൊണ്ട് മാത്രം ഒതുങ്ങിയിരുന്നുകൊണ്ട് കാര്യമില്ല. ഒത്തിരി മാസ് ഓഡിയൻസിലായിട്ട് അല്ലെങ്കിൽ മാസ് എൻ്റർപ്രനേഴ്സിലായിട്ട് നമ്മൾ റീച്ച് ഔട്ട് ആകാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം കോണ്ടൻറ്റ്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ചേട്ടന്മാരുടെയൊക്കെ നമുക്ക് നേരിട്ട് എന്നിട്ട് താങ്ക്സ് ഒക്കെ പറയാനൊരു മടി ഉണ്ടാവുമല്ലോ. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചേട്ടനോടൊരു താങ്ക്സ് ആണ്. ഈ 2-3 വർഷക്കാലം ഞാൻ ചെയ്യുന്നില്ലാഞ്ഞിട്ടും മടുക്കാണ്ട് എന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് പുഷ് ചെയ്ത് നമ്മൾ റീച്ചിലായിട്ട് എത്തണം, നമ്മുടെ കയ്യിൽ കണ്ടൻറ് ഉണ്ട്, 4 ആൾ അറിയണം, നമ്മുടെ കരിയർ ഗ്രോ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇത്രയും പുഷ് ചെയ്ത് എന്നെ ഈ സ്റ്റേജിലായിട്ട് എത്തിച്ച എൻ്റെ ചേട്ടനോടാണ് എനിക്ക് ഏറ്റവും താങ്ക്സ് ഉള്ളത്. സോ നിങ്ങളെല്ലാവരും ഈ ഒരു ഫീൽഡിലായിട്ട് ഇറങ്ങണം. ഈ ഒരു ഫീൽഡ് മീൻസ് ഇതൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വലിയ എഡിറ്റിംഗൊന്നും അതിൻ്റെ അകത്തില്ല. മാക്സിമം എനിക്കൊരു 1 hour ടൈം അതിൻ്റെ അകത്ത് മാക്സിമം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരും. അതേ ഉള്ളൂ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ പുറത്തേക്ക്. പക്ഷേ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താ? ഇതുപോലുള്ള കമ്പനീസ് എന്നുള്ള അപ്രോച്ച്. പിന്നെ യു എ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സജീവ് എന്ന് പറഞ്ഞ ഒരാൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിക്കുമായിരുന്നു, എന്താ ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്ത, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് തന്നെ ഇങ്ങോട്ട് വിളിക്കും. ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോസിൽ നിന്ന് കിട്ടിയ കുറേ ബെനിഫിറ്റ്സ്. ഇത്രയും ചൂടത്തും റൂമിലിരുന്ന് AC-ലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പുറത്തിറങ്ങി ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും വീഡിയോസ് ചെയ്യും. ഇത് എത്താൻ പോകുന്നത് ഭയങ്കര വലിയ റേഞ്ചിലായിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന ഇതിലൊന്നും നിൽക്കില്ല. 1-2 വീഡിയോസ് ചിലപ്പോൾ റീച്ച് ആവുണ്ടാവില്ല. പക്ഷേ വേണ്ടപ്പെട്ടവരെ, ആവശ്യമുള്ളവർ അത് കണ്ടോളും. അതവിടെ കിടന്നോട്ടെ, അത് ഡിലീറ്റായി പോകുന്നില്ലല്ലോ. അതവിടെ കിടന്നോളും, കണ്ടോട്ടെ. നിങ്ങളതിലായിട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലായിട്ട് നിങ്ങൾക്ക് അത് എത്താൻ പറ്റും. പയ്യെ ഒറ്റയടിക്ക് എത്തണമെന്നില്ല, പയ്യെ എത്താൻ പറ്റും. നിങ്ങൾ ചുമ്മാ വീഡിയോസ് ചെയ്തിട്ട് വലിയ നഷ്ടമുള്ള കേസൊന്നും അല്ലല്ലോ.